എത്ര എണ്ണം? അങ്ങനെയുള്ളൂ. അപ്പൊ ഇത് ഞാൻ കൽപ്പറ്റയിൽ പോയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂർ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഇത്ര അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സംഭവം എന്തായാലും കിട്ടി. 150 പറഞ്ഞേ, 5 150. ഓക്കെ, ഇതപ്പോ തൃശ്ശൂർക്ക് കൊണ്ടുവരണതാ? തൃശ്ശൂരിന്ന് കൊണ്ടുവരണതാ? അതെല്ലേ. ഈ ഒരു സൈസ് ഉള്ളൂ, കുറച്ചുകൂടെ വലുതില്ല? അതല്ലേ. ആ, ഓണാഘോഷ പരിപാടി കൊണ്ടുപോയില്ലേ? അതല്ലേ. ഇത് മണ്ണാണോ മരത്തിന്റെയാ? മണ്ണിന്റെ അല്ലേ. ഓക്കെ, എന്നാ ഇതെടുത്തോളാം. ഗുഡ് ഈവനിങ്. അപ്പോ ഇന്ന് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഉത്രാടാണ്. എനിക്ക് രാവിലെ തൊട്ട് വ്ലോഗ് ചെയ്യണമെന്നുണ്ടായി, പക്ഷെ കട്ട ബിസി ആയി പോയി. അപ്പൊ അതാണ് ചെയ്യാതിരുന്നത്. ഈവനിങ് ഞങ്ങളിതപ്പോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് എത്തിയുള്ളൂ. അപ്പോ ഇന്ന് നമുക്ക് ഓരോരോ പരിപാടികൾ എന്തൊക്കെയാണ് ഓണത്തിന് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ ഓണമാണ് കേട്ടോ, പക്ഷെ ഇവിടെയാണ് ആഘോഷിക്കുന്നത്, വയനാട്. സോ അപ്പൊ നമുക്ക് വേഗം വീഡിയോ കാണാം. ഇതൊക്കെയാ പരിപാടികൾ നോക്കിയാൽ ഞാനിപ്പം ഉത്രാടത്തിന് അന്നിന്ന് വൈകിട്ട് അപ്പം മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി തലയിലൊക്കെ ഒന്ന് തളിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ തലയൊക്കെ കുളിക്കണം കേട്ടോ. ഇനി നമുക്ക് തൃക്കാരയപ്പിനും അങ്ങനത്തെ ഒരുക്കങ്ങളിലേക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, തുമ്പപ്പൂ കിട്ടിയിട്ടില്ല. അത് ഭയങ്കര മിസ്സിങ്. അവിടെ ഉണ്ടായിരുന്ന പൂവൊക്കെ മഴ പെയ്തിട്ട് ചീഞ്ഞു പോളായി. അപ്പൊ ആ ഒരു മിസ്സിങ് ഉണ്ട്. എന്നാലും ബാക്കിയെല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അറേഞ്ച് ചെയ്യണത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാതെ മാവേലിക്ക് വേണ്ടി അട ഉണ്ടാക്കാൻ പോകണം. അതിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും, അതേപോലെ തന്നെ സാധാരണ ഞാൻ പച്ചവെള്ളത്തിലാണ്, ഞങ്ങളുടെ അവിടേക്ക് പച്ചവെള്ളത്തിലാണ് കുഴക്കുക, പക്ഷേ ഇവിടെയുള്ളവരൊക്കെ ചൂടുവെള്ളത്തിലാണ് കുഴക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇലയൊക്കെ കീറി വെച്ചു. പിന്നെ ഒരു നാളികേരം ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ചിരകി. അതിന് ശേഷം നമ്മൾ 2 ശർക്കരയുടെ ബെല്ലമില്ലേ, ബെല്ലം ശർക്കര, അതെടുത്തിട്ട് 2 എണ്ണം ഈ കട്ട ആ സംഭവം ഉരുക്കിയിട്ട് ആ ഇതിലേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ ആ ഒരു പീരയും, അതേപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പഴം കൂടെ അരിഞ്ഞിട്ട് കൂടുതൽ നല്ലതാണ്. മാവേലിക്ക് അതൊക്കെ ഇഷ്ടമാണ് പറയപ്പെടുന്നു എന്തോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇലയിൽ നമ്മൾ ആക്കി വെച്ചിട്ടില്ല ആ ഒരു സംഭവം, അതായത് നമ്മുടെ മാവ് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച മാവ് അങ്ങനെ അട പരത്തുന്ന പോലെ നോർമലി പരത്തി വയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയത്, കാരണം എന്താ വെച്ചാൽ ചെറിയ ഇല പീസായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായി അടക്കിച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു ആവി കൊള്ളിക്കുന്ന എന്തെങ്കിലും ഇഡ്ഡലി തട്ടോ അങ്ങനെ എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ 3 എണ്ണം ആകെ ഉണ്ടാക്കിയുള്ളൂ മാവേലിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അവിടെ എല്ലാവരും പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക സമയത്ത് ഞാൻ എന്താ കാളൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറുക്ക് കാളനല്ലേ സദ്യക്ക്, അതും കൂടെ. അതിനുശേഷം നമ്മുടെ തൃക്കാരയപ്പനൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. എല്ലാവരും പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ പരിപാടികൾ ചെയ്യാന്നുള്ളത്. തൃക്കാരയപ്പനെ ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നൈസായിട്ടൊന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കി വെക്കണം, പുതിയതാണെങ്കിൽ പോലും നല്ല വൃത്തിയിൽ അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ ഈ പെരുമ്പൂ അല്ലെങ്കിൽ കൃഷ്ണകിരീടം എന്നൊക്കെ പറയും, ഞങ്ങളുടെ പെരുമ്പൂ എന്ന് പറയാം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂക്കളിട്ടേണ്ട അടുത്ത് തന്നെയായിട്ട് നമ്മുടെ തുളസി തറ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തുളസി ഇലയും പൊട്ടിച്ച് വെച്ചു. പിന്നെ അതാ നമ്മുടെ പൂക്കളുകളെല്ലാം അവരരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുളസി ഇല, ചന്ദനമുട്ടി അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോടി തോർത്തുമുണ്ടും കോടിമുണ്ടും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളത്തേക്കുള്ള സാധനങ്ങളാട്ടോ, അതൊക്കെ ആവശ്യത്തിന് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ രാവിലെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ആണുങ്ങളാണ് ഈ പൂജ ചെയ്യുക, ഇവിടെ ആർക്കും അത് അറിയാത്തതുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ അരിമാവില്ലേ, അരിമാവും അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത ശേഷം അത് നമ്മളിങ്ങനെ തൃക്കാരപ്പനിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലവരൊക്കെ മരത്തിൻ്റെ വാങ്ങിക്കും, ഒരുപാട് ഡിസൈൻ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഇതിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. എനിവേയ്സ്, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു പലമുട്ടി എന്ന് ഞങ്ങൾ പറയാം, ഒരു എന്താ പറയുക സ്ക്വയറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ചിരവേടൊക്കെ പോലത്തെ ഒരു സംഭവം. അതല്ലെങ്കിൽ നമ്മൾ അവണപ്പലക എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് കോലം വരയ്ക്കും. ഇത്തിരി വെള്ളം കൂടി പോയത് കാരണം പിന്നെ ഇവിടെ എന്ത് വെച്ചിട്ടും കാര്യമില്ല, നല്ല മഴയാണ്, കാറ്റും. അപ്പോൾ കുടയൊന്നും വെക്കാൻ പറ്റില്ല, എന്തായാലും ഒഴുകി പോകും. അപ്പോൾ എന്തായാലും പേരിന് ചടങ്ങിന് അത് ഇടാന്നുള്ളതിൽ ഞാൻ കോലമൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പലമുട്ടി വെച്ച് കൊടുത്ത് അതിലും ഒരു കോലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും അവണപ്പലകയാണ് വേണ്ടത്, ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതിപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല, ഏതിലായാലും ഇങ്ങനെ അണിയാന്നാണ് ഞങ്ങളവിടെ പറയുക. ശരിക്കും കോലം വരയ്ക്കുന്ന പോലെ തന്നെ, അത്രയ്ക്കൊന്നുമില്ല, സിമ്പിളായിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇത് വരയ്ക്കേണ്ട ഇങ്ങനെ ആദ്യം 3 റൗണ്ടുകൾ 4 സൈഡിൽ 4 ചുറ്റും, അതിനുശേഷം അതിനെ കണക്ട് ചെയ്യാനായിട്ട് 3 ലൈൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡീറ്റെയിൽഡായിട്ടൊക്കെ വരയ്ക്കാൻ ചിലവരിങ്ങനെ ഫ്ലവർ ഇലയൊക്കെ പോലെ അല്ലെങ്കിൽ പൂവൊക്കെ പോലെയൊക്കെ വരയ്ക്കും. അതിനുശേഷം സ്റ്റെപ്പുമേ കൂടെ പേരിനൊന്ന് വരച്ചു കൊടുക്കും. ഇതിപ്പോൾ ലൂസ് ആയതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. പിന്നെ ഈ അരിമാവ് ഉണ്ടാക്കില്ലേ, അതിൽ നമ്മളൊരു കഷ്ണം വെണ്ടയ്ക്കയും കൂടെ ഇടും കേട്ടോ.
അപ്പോൾ അത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഇലകൾ വെക്കുകയാണ്. ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല കമഴ്ത്തി വെക്കുന്നുണ്ട്. പിന്നെ 2 ഇല ക്രോസ് ആയിട്ടാണ് വെക്കുന്നത്. ആ ഇലയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ തൃക്കാരപ്പനാണ് വയ്ക്കുന്നത്. ഞാൻ ആ 3 തൃക്കാരപ്പനെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. 3 നായർ ഇതിൽ കണക്ക് കേട്ടോ. അല്ലാത്തവരൊക്കെ ചിലപ്പോൾ 4 ഇവിടെ വെച്ചിട്ടാണ് ചെയ്യൽ. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മുടെ വാഴയുടെ അണ എന്ന് പറയും ഞങ്ങൾ. വാഴയുടെ ആ ഒരു തണ്ടില്ലേ, ആ സംഭവം ഒരെണ്ണത്തിന് 2ആയിട്ട് കീറിയിട്ട് അങ്ങനെ 2 അപ്പം മൊത്തം 4 പീസ് കിട്ടില്ലേ. ആ 4 പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കും. അതിനുശേഷം നമ്മൾ ഓരോ ഐറ്റംസ് എടുത്ത് വയ്ക്കുകയാണ്. നമ്മൾ എടങ്ങഴി എന്ന് പറയും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ പറ, അതിൽ നമ്മൾ നെല്ലാണ് വെക്കുക. അതില്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊരു ഇലയിൽ പേരിന് കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കിണ്ടിയിൽ വെള്ളം കൂടെ നിറച്ചിട്ട് ഞാൻ വെള്ളം കോരിയിട്ടാണ് കേട്ടോ എടുത്തത്. അതെങ്ങനെയാലും കുഴപ്പമില്ല, കോരി എടുക്കുന്നത് ഉത്തമം, അത്രയേ ഉള്ളൂ. അതിനുശേഷം 5 തിരിയിട്ട് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കാം. ഞാൻ 2 തിരി ഇട്ടുള്ളൂ, കാരണം എക്സ്ട്രാ ഒരു തിരിയും കൂടെ നമ്മൾ എന്തായാലും അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ 5 ഇട്ട് കഴിയുമ്പോൾ 6 വയ്ക്കുന്നത് അത്ര ഐശ്വര്യക്കേടായതുകൊണ്ട് അത് നല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഇട്ടുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ഇല മടക്കി വെച്ചിട്ടില്ല, അതിലിരിക്കാം. കർമ്മം ചെയ്യേണ്ടത് വീട്ടിലെ കാർന്നൂര് അല്ലെങ്കിൽ ഒരു ആണാണ് കേട്ടോ ചെയ്യേണ്ടത്. ശരിക്കും പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. ഇവർക്ക് ഇത് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷേ ചെയ്യേണ്ടത് ബോയ്സ് ആണ്. അതിനുശേഷം വിളക്ക് കൊളുത്താണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തിയ ശേഷം നമ്മൾ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കയ്യും കാലും കണ്ണും മുഖമൊക്കെ ഒന്നുകൂടെ ഒന്ന് തളിച്ച് ശുദ്ധാക്കുക. കുളിച്ചിട്ടാണ് വരണേ എങ്കിൽ പോലും ഒന്ന് ശുദ്ധാക്കുക. അതിനുശേഷം നമുക്ക് പൂജിക്കാൻ തുടങ്ങാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് മിസ്സിംഗ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം തന്നെ തുമ്പപ്പൂ എടുത്തിട്ടാണ് പൂജിക്കേണ്ടത്. അപ്പോൾ തുമ്പപ്പൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുളസി മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പൂജിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ നമ്മുടെ കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളോടൊന്ന് നെഞ്ചോട് ചേർത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ജസ്റ്റ് ഇതിലേക്ക് അർപ്പിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ കുറച്ച് അധികം തന്നെ ചെയ്യുക. ഒരു 7 പ്രാവശ്യം 5, 7, 9 അങ്ങനെ ഒറ്റ നമ്പേഴ്സാണ് കണക്ക്. ആ ലെവലിൽ അത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കളഭം പിന്നെ അട നമ്മൾ പൂജിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ടേസ്റ്റ് നോക്കാൻ പാടില്ല. നമുക്ക് പുലർച്ചെ ഇതിലെടുത്ത് വെച്ച് പൂജയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് പൂജിക്കുക. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അടയുടെ ഒരു പീസ് എടുക്കുന്നു, എന്നിട്ട് അതിൽ ആ കിണ്ടി വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, നേരെ ഒന്ന് പൂജിച്ച് കൊടുക്കുക, അർപ്പിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കളവൊക്കെ മറക്കാതെ എല്ലാം അർപ്പിച്ച് കൊടുക്കുക. പിന്നെ ചന്ദനത്തിരി വേണമെങ്കിൽ കത്തിച്ച് വയ്ക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ വരുന്നത്. അപ്പോൾ പൂജാ പരിപാടികൾ കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി നാളികേരം കൊട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഷയിലാണ് നാളികേരം കൊട്ടുക എന്ന് പറയാം കേട്ടോ. നാളികേരം ഉടയ്ക്കുക, അങ്ങനത്തെ ഓണം കൊള്ളുക, ഓണം നാളികേരം കൊട്ടുക, അതൊക്കെയാണ് നമ്മുടെ ഭാഷ. അപ്പോൾ നാളികേരം ഉടച്ച ശേഷം അതിലത്തെ വെള്ളം തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ഉടച്ച ശേഷം അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അത് 2ലേക്ക് ഓരോ തുള്ളിയെങ്കിലും പോയാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് 2ആയിട്ട് വെച്ച ശേഷം 2 അറ്റത്തായിട്ടോ ഒരു സൈഡിലായിട്ടോ വെക്കുക, ഒരേപോലെ വയ്ക്കുക. അടുത്ത നാളികേരം 2 സെറ്റ് ഓഫ് പെയേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പൂക്കളൊക്കെ നമുക്ക് അർപ്പിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ പെരും പൂവ്, അതായത് ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഒരു തിരിയില്ലേ, അത് നമ്മൾ എക്സ്ട്രാ വെക്കണം നേരത്തെ പറഞ്ഞില്ല. ആ ഒരു തിരി എടുത്തിട്ട് ഒരു ചിരട്ടയിൽ ഇങ്ങനെ ആക്കുക. അല്ലെങ്കിൽ നമുക്ക് കനലാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. നമുക്ക് രാവിലെ എന്തായാലും അടുപ്പില്ലാത്തതുകൊണ്ട് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മളെ ഒന്ന് ചുറ്റി ഒഴിഞ്ഞിങ്ങനെ ചുറ്റിയെടുക്കുക, കണ്ടോ. അപ്പോൾ അത് കെടാതെ എടുക്കണം. ശരിക്കും കനലാണ് എടുക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാനൊരു തിരിയാണ് എടുക്കുന്നത് പൂജിക്കാനായിട്ട്. അതിനുശേഷം അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചോദിച്ച് നമുക്ക് എഴുന്നേൽക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കളപത്തിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് തൊടുന്നുണ്ട്. അത്രയും ചെയ്ത ശേഷം ഞാൻ കൈയും കാലൊക്കെ ഒന്ന് കഴുകി നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ ഇതായി ഇരിക്കുന്ന സംഭവം, ഇതിനെ നമുക്ക് കൊണ്ടുപോകണം. അതായത് നമുക്ക് മാവേലിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ വീടിൻ്റെ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭാഗത്തായിട്ട് കുറച്ച് പൂക്കളും തുമ്പപ്പൂവും എല്ലാം ഇട്ടിട്ട് ഈ ഒരു സംഭവവും വിളക്കും കിണ്ടിയും ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞ് കൊണ്ടുവച്ചിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഷ്ണമൊക്കെ ഇന്നലെ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ സെറ്റ് കൊണ്ടാണ് ഡ്രൈപ്പ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, മേക്കപ്പും ചെയ്തു. ഈ ഇയറിങ്സ് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാരി അമ്മയുടെയാണ്, ബ്ലൗസ് അമ്മയുടെ തന്നെയാണ്. ആൻഡ് ഒരു ലോങ് ചെയിൻ ഇട്ടിട്ടുണ്ട്, പിന്നെ നോർമൽ ചെയിൻ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതാ നമ്മുടെ തൃക്കാരപ്പൻ്റെ രാവിലെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പൂവിടാനായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. പൂവിട്ട് കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ സദ്യ പരിപാടികളൊക്കെ ഒരു സെറ്റാവും. അപ്പോൾ കുറച്ച് നേരം പൂവിടാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു.
പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ. ചേച്ചിയൊക്കെ ഈവനിങ്ങാണ് വന്നത്, പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിയാറ് കേട്ടോ ഏകദേശം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസ്, വീഡിയോസ്, ആ പരിപാടികളൊക്കെ. ഏത് അത് കിട്ടും. വെക്കണ്ട അതും കൂടെ കുറച്ചുകൂടെ പ്രൗഢി വരും. ഇത് കട്ട് ചെയ്യണം. അച്ഛാ ഇരിക്കൂ. അപ്പൊ ഞങ്ങളിതാ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. 8-8:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഒക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അതായിരുന്നു പരിപാടി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. എന്റെ തൃക്കാരപ്പനൊക്കെ വീഴാൻ തുടങ്ങി, ഭയങ്കര കാറ്റ്. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉമ്മർത്ത് വെക്കൂല, അതായത് ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിന്റെ എവിടെ, അല്ലെങ്കിൽ നമ്മുടെ വഴി എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ വെക്കും. ഇത് ശരിക്കും മാവിലിനെ വരവേൽക്കാനുള്ള രീതിയിൽ ഇതിന്റെ ഇത് വീണ് പോവാ. ഭയങ്കര മഴയാട്ടോ ഇവിടെ, കണ്ടോ. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ ഓണക്കോടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് മേമ സെയിൽ ചെയ്യുന്നുണ്ട്. മേമയ്ക്കൊരു ചെറിയൊരു ബൊട്ടിക്ക് പോലെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്തതാണിത്. ഫുൾ പ്ലെയിൻ യെല്ലോ ആണ്. ചെറിയൊരു പോംപോം ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കരയും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആൻഡ് കമ്മൽ ഇപ്പൊ ഈ അടുത്ത് എവിടെന്നോ വാങ്ങിച്ചതാണ്, ഓർമ്മയില്ല എവിടെ നിന്നാണ്. അത്രേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല, വീട്ടിലേക്കല്ല, ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടികൾ എന്തായാലും നോക്കിയിട്ട് വരാമോ. അപ്പോൾ ഭക്ഷണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണമായി. തലേ ദിവസം നേരത്തെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു പരിപാടി. ഞങ്ങൾ കല്യാണിൽ പോയി. തൃശ്ശൂർക്കാരുടെ മെയിൻ ഒരു ഏരിയ കല്യാണം തന്നെയാണ്. അതിലൊരു ബ്രാഞ്ച് വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതപ്പോൾ കല്യാണിൽ വന്നേക്കാണ്. ഓണം പർച്ചേസ് നമുക്ക് എന്തായാലും പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഒരു ഹരമുള്ള ഏർപ്പാട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് എത്തി. ഇപ്പോൾ സാരി ഫ്ലോറിലാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസ് മഹാമഹം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എത്തിയിട്ട് കിടന്നുറങ്ങാം, അതിന്റെ മെയിൻ പരിപാടി. അത്രേ ഉള്ളൂ. എനിക്കത്ര ഇഷ്ടമായില്ല. ഇത് നോക്കി നോക്കിയേ, ഇത് നോക്കി നോക്കാം. ഇതെങ്ങനെയുണ്ട്? എനിക്കും ഇഷ്ടമായില്ല. ആ തിരക്ക് നമ്മുടെ അവിടുത്തെ അത്ര തിരക്കില്ല, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ ഫ്ലോറിലും തിരക്കില്ല. ഈ ഒരു സാരി, റണ്ണിങ് മെറ്റീരിയൽ അങ്ങനത്തെ ഒരു ഫ്ലോറുകളിലാണ് കൂടുതൽ തിരക്ക് കണ്ട. കട്ട തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോ ഫോട്ടോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണില്ല. അവരറിയാണ്ട് തന്നെ എടുത്തതാണ്. പിന്നെ ചിലപ്പോൾ തെറിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വേഗം ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണാം. ബൈ.